ഹലോ മക്കളെ, എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ സ്വന്തം ഷബീൽ സാർ ആർക്കെനിക്സിൽ നിന്നും വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എന്ത് പറയാനാ? യെസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എഴുതാന്നല്ലേ? അതിൽ WH ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? നമ്മൾ WH ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് പരിചയമുണ്ടോ നോക്കിയേ. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ഫ്രെയിം 3 appropriate WH questions and 1 yes or no question based on it. അതായത് നിങ്ങളെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാരഗ്രാഫിൽ നിന്നും നിങ്ങളോട് 3 WH ക്വസ്റ്റ്യനും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വൃത്തിക്ക് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എഴുതാതെ പോയ വിഷമിച്ച കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനില്ലേ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അതിന് എന്തൊക്കെ വേണം, അതിന് എളുപ്പവഴി വല്ലതും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കോമൺ ഓക്സിലറീസ് ആണ്. ആം, ഈസ്, ആർ, വാസ്, വേർ. ഓക്കെ, ഡു, ഡസ്, ഡിഡ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഈ 1 2 3 4 5 6 7 8 ഈ 8 ഓക്സിലറി നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം. ഓക്കെ, എല്ലാവരും പഠിച്ചു വെക്കേണ്ടത് ഈ 8 ഓക്സിലറീസ് ആണ്. കാരണം ഒരു രക്ഷയില്ലെങ്കിലും ഈ 8 ഓക്സിലറീസ് പഠിച്ചു വെച്ചാൽ അത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് ഓക്സിലറീസ് ഉണ്ട് പഠിക്കാൻ. ഹാവ്, ഹാസ്, ആഡ്, വില്ല്, ഷാള്, ക്യാൻ, കുഡ്, ഷുഡ്, മേ, മൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എന്ത് വേണം? ഈ ഓക്സിലറീസ് നിർബന്ധമാണ്. ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡിഡ്, ഡസ്. ഈ 8 എണ്ണം എങ്കിലും മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഉദാഹരണം ഈ 8 എണ്ണം പഠിച്ചു വെച്ചാൽ എങ്ങനെ ഉപകാരപ്പെടുന്നു ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ നോക്കുക. ഹി ഡ്രോപ്ഡ്, യെസ്. അതായത് ഈ ഒരു ലൈൻ നോക്കുക. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ഹിസ് സയൻസ് ടീച്ചർ മിസ്സസ് ശർമ്മ. ബബ്ലുവിന് ഇപ്പോഴും ബബ്ലുവിൻ്റെ മിസ്സസ് ശർമ്മ ആയിട്ടുള്ള സയൻസ് ടീച്ചർ ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റും, ഡസ് ഹി സ്റ്റിൽ, ഹി എന്നുള്ളത് അവിടെ ബബ്ലു എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഡസ് ബബ്ലു സ്റ്റിൽ റിമെമ്പർ ഹിസ് സയൻസ് ടീച്ചർ മിസ്സസ് ശർമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, മറന്നുപോയോ? ഓക്കെ, കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. നിങ്ങൾ നോക്കുക, നമ്മൾ ആ ഡസ് മാത്രമാണ് പുറത്തുനിന്ന് എടുത്തത്. എന്നിട്ട് ഹീ എന്നുള്ളത് ഒന്ന് മാറ്റി അല്ലെ. ഹീ എന്നുള്ളത് ബബ്ലു ആക്കി. ഇനി ഹീന്ന് മാറ്റിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഡസ് ബബ്ലു സ്റ്റിൽ റിമെമ്പർ ഹിസ് സയൻസ് ടീച്ചർ മിസ്സസ് ശർമ്മ എന്ന് ചോദിക്കുമ്പോൾ അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡു, ഡസ്, ഡിഡ്, പിന്നെ ഏതാണ് ആം, ഈസ്, ആർ, വാസ്, വേർ, ഇതൊക്കെ വെച്ചിട്ട് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അടുത്ത നോക്കാം. പിന്നെ എന്തൊക്കെയാ സ്ട്രക്ചർ. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്സിലറി. ആദ്യം ഓക്സിലറി വേണം. നമ്മളിപ്പോൾ ഓക്സിലറി ഉപയോഗിച്ചല്ലേ. ഡു, ഡിഡ്, ഡസ് ഒക്കെ എന്താണ്? ഓക്സിലറീസ് ആണ്. പിന്നെ സബ്ജക്റ്റ് ആണ് അല്ലേ. ഡസ് ബബ്ലു നമ്മൾ എഴുതി ഓർമ്മയുണ്ടോ? ഈ ഒരു ഫോർമാറ്റ് നോക്കുക. ഡസ് ബബ്ലു സബ്ജക്റ്റ് മെയിൻ ഇൻഫോ അല്ലേ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഫോർമാറ്റ് പറയുന്നത് കേട്ടോ. അപ്പം ഈ ആം, ഈസ്, ആർ, വാസ്, വേർ വെച്ചിട്ടൊക്കെ എങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നാണ് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇത് ഐ ആം യുവർ ഫ്രണ്ട്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. ഓക്കെ, ഷീ ഈസ് അറ്റ് ഹോം, അതായത് ഈ ഈസ് എടുത്ത് ഇങ്ങോട്ട് ഇടാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അതെന്ത് they were happy, were they happy ഇല്ലേ. വളരെ എളുപ്പമാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. അടുത്തത് യൂസിങ് ഡു, ഡസ്, ഡിഡ്. ഈ ഡു, ഡസ്, ഡിഡ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക? ഡിഡ് ഇത് വെച്ചിട്ട് സബ്ജക്റ്റ് പ്ലസ് ബേസ് വേർബ്. ഈ ഡൂവിന്റെയും ഡസിന്റെയും ഡിഡിന്റെയും കൂടെ എപ്പോഴും V1 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ ഡു പ്ലൂറൽ ആണ്, ഡസ് സിംഗുലർ ആണ്, ഡിഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. പക്ഷേ ഡിഡ് പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി, പാസ്റ്റ് കഴിഞ്ഞു പോയ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയ ഒരു വേർഡാണ് ഡിഡ് എന്ന് പറയുന്നത് കേട്ടോ. യു ലൈക്ക് മാംഗോസ്, ഡു യു ലൈക്ക് മാംഗോസ്. ഹി പ്ലേസ് ക്രിക്കറ്റ്, ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. ഡസ് വന്ന് എന്തുകൊണ്ടാണ്? ഹി സിംഗുലർ ആയതുകൊണ്ടാട്ടോ. ഡിഡ് ഷീ വെന്റ് ടു സ്കൂൾ, ഡിഡ് ഷീ വെന്റ് ടു സ്കൂൾ അവിടെ യു പ്ലൂറൽ ആയതുകൊണ്ടാണ് ഡു വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡസ് സിംഗുലർ ആണ്, ഡു പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പം ഇവിടെ അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക, നിങ്ങൾ എഴുതി നോക്കുക, സ്വന്തം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും എന്താണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കുക. യൂസിങ് ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എല്ലാ കുട്ടികൾക്കും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, ആ 8 ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ, വാസ്, വേർ. ആ 8 എണ്ണം എങ്കിലും മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഹാവ്, ഹാസ്, ഹാഡ് വെച്ചിട്ടൊക്കെ
ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി മോഡൽ വില്ല്, ക്യാൻ, ഷുഡ് എറ്റ്സെട്ര ഒക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എളുപ്പമായിരിക്കും. എക്സാം ഒക്കെ എളുപ്പമായിരിക്കും. ഉപകാരപ്പെടട്ടെ. Okay, so thank you guys. Thank you for watching. Thank you everybody.